സ്പോട്ട് അഡ്മിഷന് ട്രൈ ചെയ്യുക, കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിലവിലൊരു കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, അവിടെ അടച്ച ഫീസ് റീഫണ്ട് ചെയ്യുമോ എന്നുള്ളത് അന്വേഷിക്കണം. അവിടുത്തെ ഡോക്യുമെൻറ്റ്സ് തന്നുകൊണ്ട് അടുത്ത കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ള NOC ലഭ്യമാവുമെന്ന് നോക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കോളേജുകളിൽ അന്വേഷിച്ച് ഉറപ്പുവരുത്തിയിട്ട് വേണം ഇത്തരം സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനും അഡ്മിഷൻ ഉറപ്പുവരുത്താനും. മറ്റൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ നടപടിക്രമങ്ങളുടെ ഭാഗമായി മാറാത്ത വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ അവർ ശ്രമിച്ചിട്ടും കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് വേക്കൻ്റായി കിടക്കുന്ന സീറ്റുകളിലേക്ക് കീമോ നോൺ കീമോ ഇനത്തിലൊക്കെ സീറ്റുകൾ സംഘടിപ്പിക്കാനുള്ള ഒരു അവസരം ഈ സ്പോട്ട് അഡ്മിഷനിൽ വരും. അതും കൃത്യമായി കോളേജുകളെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങൾ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കേണ്ടത്. നമ്മൾ പല രീതിയിലുള്ള പെർഫോമൻസ് അനാലിസിസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോസ് ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ കുറേയധികം കോളേജുകൾ തീരെ പെർഫോമൻസ് കുറഞ്ഞ കോളേജുകളാണ്. അപ്പോൾ അത്തരം കോളേജുകളിൽ സീറ്റ് ഒഴിവായി കിടക്കുന്നത് സ്വാഭാവികമാണല്ലോ. അങ്ങനെ ഒഴിവായി കിടക്കുന്ന സീറ്റുകളിലേക്ക് നിങ്ങൾ പോയി